ന്യൂസ് 1 മിഡിൽ ഈസ്റ്റിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തിരുപ്പിറവി ആഘോഷത്തിന് ക്രൈസ്തവ ലോകം ഒരുങ്ങി. പാതിരാ കുർബാനകളിൽ വിശ്വാസികൾ. ഗൾഫിലും വിപുലമായ ആഘോഷ പരിപാടികൾ. അമിത മയക്കുമരുന്ന് ഉപയോഗം മൂലം കുവൈറ്റിൽ പ്രതിവർഷം 70 പേർ മരിക്കുന്നതായി സർവേ റിപ്പോർട്ട്. മയക്കുമരുന്ന് ഉപയോഗം കാരണം രാജ്യത്തെ 70% കുടുംബങ്ങളും മാനസിക സംഘർഷം അനുഭവിക്കുന്നുവെന്നും സർവേ. രാജ്യത്ത് വീണ്ടും മയക്കുമരുന്ന് വേട്ട. 120 കിലോ ഹഷീഷുമായി 3 അംഗ സംഘം അറസ്റ്റിൽ. സൗദിയിൽ ആരോഗ്യ മന്ത്രാലയം നിയമങ്ങൾ കർശനമാക്കുന്നു. 2000-ഓളം പോളിക്ലിനിക്കുകൾ നിശ്ചിത സമയത്തിനകം പദവി ശരിയാക്കൽ പ്രക്രിയ പൂർത്തിയാക്കണമെന്ന് മന്ത്രാലയം. കോൺഗ്രസ് പ്രകടന പത്രികയിൽ ന്യൂനപക്ഷങ്ങളുടെ പ്രശ്നങ്ങൾ പ്രതിഫലിക്കുമെന്ന് കേന്ദ്രമന്ത്രി റഹ്മാൻ ഖാൻ. രാഹുൽ ഗാന്ധി വിളിച്ച യോഗത്തിൽ ഉയർന്ന നിർദ്ദേശങ്ങൾ ഗൗരവത്തോടെ കാണും. മുസഫർനഗർ കലാപവുമായി ബന്ധപ്പെട്ട മുലായം സിംഗിന്റെ വാദം അസംബന്ധമെന്നും കേന്ദ്ര ന്യൂനപക്ഷ ക്ഷേമ മന്ത്രി. കുവൈറ്റിൽ ശ്മശാനങ്ങളിലും സ്വദേശിവൽക്കരണമെന്ന വാർത്ത വാസ്തവ വിരുദ്ധമെന്ന് മുനിസിപ്പൽ ഡയറക്ടർ. മൃതദേഹങ്ങളോട് അനാദരവ് കാണിക്കില്ല. വിവാദമായത് മുനിസിപ്പൽ അസിസ്റ്റന്റ് മാനേജറുടെ കത്ത്. വിശദമായ വാർത്തകളിലേക്ക്. അമിതമായി മയക്കുമരുന്ന് ഉപയോഗം മൂലം കുവൈറ്റിൽ പ്രതിവർഷം 70 പേർ മരിക്കുന്നതായി റിപ്പോർട്ട്. രാജ്യത്തെ പ്രമുഖ മനോരോഗ ചികിത്സകനായ ഡോക്ടർ ആദിൽ അൽ സായിദാണ് കഴിഞ്ഞ ദിവസം സംഘടിപ്പിച്ച ഒരു സിംപോസിയത്തിനിടെ റിപ്പോർട്ട് പുറത്തുവിട്ടത്. രാജ്യത്തെ 70% കുടുംബങ്ങളിലും മയക്കുമരുന്ന് ഉപയോഗം കാരണം മാനസിക സംഘർഷം അനുഭവിക്കുന്നവരുണ്ടെന്ന് സർവേയിൽ കണ്ടെത്തി. കുവൈത്ത് മാനസിക രോഗാശുപത്രിയിൽ 15,000 രോഗികൾ നിലവിൽ ചികിത്സ തേടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഐക്യരാഷ്ട്രസഭയുടെ റിപ്പോർട്ട് പ്രകാരം ഏതാനും വർഷങ്ങൾ കൊണ്ട് ഗൾഫ് മേഖല മയക്കുമരുന്നിന്റെ ഉപയോഗത്താൽ കൂടുതൽ വിഷമഘട്ടത്തിലേക്ക് എത്തുമെന്നും ഡോക്ടർ ആദിൽ സായിദ് മുന്നറിയിപ്പ് നൽകി. അതിനിടെ 120 കിലോ ഹഷീഷുമായി 3 അംഗ സംഘത്തെ കുവൈറ്റ് ആന്റി നാർക്കോട്ടിക് വിഭാഗം പിടികൂടി. രഹസ്യവിവരം ലഭിച്ചതിനെ തുടർന്ന് നടത്തിയ റെയ്ഡിലാണ് 2 സ്വദേശികളും ഒരു അറബ് വംശജനും ഉൾപ്പെട്ട സംഘത്തെ പിടികൂടിയത്. അയൽ രാജ്യത്ത് നിന്ന് കടൽ മാർഗമാണ് മയക്കുമരുന്ന് രാജ്യത്ത് എത്തിച്ചതെന്ന് ചോദ്യം ചെയ്യലിന്റെ സംഘം പോലീസിനോട് വെളിപ്പെടുത്തി. ആഴ്ചകൾക്ക് മുമ്പും സമാന രീതിയിൽ കുവൈറ്റിൽ മയക്കുമരുന്ന് വേട്ട നടന്നിരുന്നു. സൗദിയിൽ ആരോഗ്യ മന്ത്രാലയം നിയമങ്ങൾ കർശനമാക്കുന്നു. സൗദിയിലെ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്ന 2000-ഓളം പോളിക്ലിനിക്കുകൾ അനുവദിച്ച സമയപരിധിക്കുള്ളിൽ പദവി ശരിയാക്കൽ പ്രക്രിയ പൂർത്തിയാക്കണമെന്ന് മന്ത്രാലയത്തിന്റെ മുന്നറിയിപ്പ്. മുഖ്യമായ മെഡിക്കൽ വിഭാഗങ്ങളിലെല്ലാം സ്പെഷ്യലിസ്റ്റുകളെ നിയമിക്കുക. പോളിക്ലിനിക്കുകളെ മെഡിക്കൽ കോംപ്ലക്സുകളായി പരിവർത്തിപ്പിക്കുക. ആതുരാലയങ്ങളുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിച്ച ഉത്തരവുകൾ പൂർണ്ണമായി നടപ്പാക്കുക തുടങ്ങിയ വിഷയങ്ങളിലാണ് മുന്നറിയിപ്പ്. കുവൈറ്റിൽ ശ്മശാനങ്ങളിലും സ്വദേശിവൽക്കരണത്തിന് നീക്കം നടക്കുന്നതായുള്ള വാർത്തകൾ വസ്തുതാവിരുദ്ധമെന്ന് മുനിസിപ്പൽ ഡയറക്ടർ. ഇത്തരം ഒരു നീക്കത്തെപ്പറ്റി മുനിസിപ്പാലിറ്റി ആലോചിച്ചിട്ടില്ലെന്നും മൃതദേഹങ്ങളോട് ഒരിക്കലും അനാദരവ് കാണിക്കില്ലെന്നും മുനിസിപ്പൽ ഡയറക്ടർ നൽകിയ വിശദീകരണത്തിൽ പറയുന്നു. രാജ്യത്ത് വെച്ച് മരണപ്പെടുന്ന വിദേശികളെ സുലൈബിക്കാത്ത് ഉൾപ്പെടെയുള്ള ശ്മശാനങ്ങളിൽ മറവു ചെയ്യുന്നത് വിലക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നഗരസഭ അസിസ്റ്റന്റ് മാനേജർ എഴുതിയ കത്ത് മാധ്യമങ്ങൾ വാർത്തയാക്കിയ സാഹചര്യത്തിലാണ് ഇത്തരമൊരു നീക്കവും നഗരസഭ നടത്തുന്നില്ലെന്ന വിശദീകരണവുമായി മുനിസിപ്പൽ ഡയറക്ടർ എഞ്ചിനീയർ അഹമ്മദ് അൽ സബീഹ് രംഗത്തെത്തിയത്. സ്വദേശികളല്ലാത്തവരെ രാജ്യത്തെ ശ്മശാനങ്ങളിൽ മറവു ചെയ്തു വരുന്ന നിലവിലെ രീതി പുനഃപരിശോധിക്കണമെന്നായിരുന്നു മുനിസിപ്പൽ സേവന വിഭാഗം അസിസ്റ്റന്റ് ഡയറക്ടർ ഫഹദ് അൽ മിസ്ബഹി നഗരസഭാ ചെയർമാൻ അയച്ച കത്തിൽ ആവശ്യപ്പെട്ടിരുന്നത്. നിലവിലെ രീതിയിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ടു പോവുകയാണെങ്കിൽ സ്വദേശികൾ ശ്മശാന ഭൂമി നഷ്ടമാകുന്ന സാഹചര്യമാണ് ഉണ്ടാകാൻ പോകുകയെന്ന് കത്തിൽ ഇദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരുന്നു. കുവൈറ്റിൽ വെച്ചുണ്ടായ മരണത്തെ തുടർന്ന് വിദേശികളെ ഇവിടെ തന്നെ മറവു ചെയ്യുന്നത് അടുത്തിടെയായി വർദ്ധിച്ചു വരുന്ന കാര്യം എടുത്തു പറഞ്ഞാണ് കത്തിൽ മുനിസിപ്പൽ അസിസ്റ്റന്റ് ഡയറക്ടർ തന്റെ വാദം സ്ഥാപിക്കുന്നത്. കത്ത് വിവാദമായതോടെ ആഭ്യന്തര അഭിപ്രായ സ്വരൂപണത്തിന്റെ ഭാഗമായി മാത്രം അതിനെ കണ്ടാൽ മതിയെന്നും ഇത്തരമൊരു നീക്കത്തെക്കുറിച്ച് മുനിസിപ്പാലിറ്റി ആലോചിച്ചിട്ട് പോലുമില്ലെന്നും മൃതദേഹങ്ങളോട് ഒരിക്കലും അനാദരവ് കാണിക്കില്ലെന്നും മുനിസിപ്പൽ ഡയറക്ടർ വിശദീകരണം നൽകുകയായിരുന്നു. മീഡിയ 1 കുവൈറ്റ് സിറ്റി. ക്രിസ്മസ് ആഘോഷിക്കാൻ ലോകത്തെ ക്രൈസ്തവ വിശ്വാസികൾ ഒരുങ്ങി. ഗൾഫ് രാജ്യങ്ങളിലും ക്രിസ്തുമസ് ആഘോഷങ്ങൾ സജീവമാണ്. UAE, ഒമാൻ, കുവൈത്ത് എന്നിവിടങ്ങളിൽ പ്രവാസികളടക്കം ക്രിസ്തുമസിനെ വരവേൽക്കാനുള്ള ഒരുക്കത്തിലാണ്. ദുബായിൽ നിന്നുള്ള റിപ്പോർട്ടിലേക്ക്. ഗൾഫിലെ നിരവധി വരുന്ന പ്രവാസി മലയാളികളടക്കം ക്രിസ്മസ് ആഘോഷത്തെ വരവേൽക്കാനുള്ള തകൃതിയായ ഒരുക്കത്തിലാണ്. ആഘോഷത്തിന്റെ ഭാഗമായി കടകളിലും മാളുകളിലും മറ്റും ദിവസങ്ങൾക്ക് മുന്നേ തന്നെ വർണ്ണാഭമായ കാഴ്ചയാണുള്ളത്. വലുതും ചെറുതുമായ ബൾബുകൾ മിന്നുന്ന ക്രിസ്മസ് മരങ്ങളും സാന്റാക്ലോസും മഞ്ഞിൽ പുതഞ്ഞ വീടും റെയിൻഡിയറുമെല്ലാം ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടുന്നു. കുടുംബങ്ങൾ കൂട്ടത്തോടെ വീടുകളും മുറ്റങ്ങളും അലങ്കരിക്കുന്ന തിരക്കിലാണ്.
വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ നാളെയും മറ്റുമായി നിരവധി ക്രിസ്മസ് ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഗൾഫ് രാജ്യങ്ങളിലെ മലയാളികളുടേതടക്കം വിവിധ രാജ്യക്കാരുടെ നേതൃത്വത്തിലുള്ള ചർച്ചുകളുടെയും ഇടവകകളുടെയും നേതൃത്വത്തിൽ ആഘോഷം ഗംഭീരമാണ്. ഇങ്ങനെ ക്രിസ്മസ് രാവുകൾ വർണ്ണാഭമാക്കാനുള്ള തിരക്കിലാണ് ഗൾഫ് ലോകത്തെ പ്രവാസി സമൂഹം. ക്രിസ്മസ് കരോൾ മത്സരവും പുൽക്കൂടൊരുക്കൽ മത്സരവും സാന്താക്ലോസ് വേഷമിടുന്ന മത്സരങ്ങളുമാണ് കാര്യമായി നടക്കുക. ഇതോടൊപ്പം കരോൾ സംഘങ്ങൾ നിരവധി വീടുകളും സന്ദർശിക്കും. ദുബൈയിലെ സെന്റ് മേരീസ് കത്തോലിക്ക ഇടവകയിലെ മലയാളം ക്രിസ്മസ് ശുശ്രൂഷകൾ നാളെ പുലർച്ചെ 3:30 വൈകിട്ട് 8 നടക്കും. അതേസമയം ഫുജേറ സെന്റ് പീറ്റേഴ്സ് യാക്കോബായ പള്ളിയിൽ ക്രിസ്മസ് ശുശ്രൂഷകളും കരോൾ ഗീതങ്ങളും ഇന്ന് വൈകിട്ട് തന്നെ ആരംഭിച്ചു. ഒമാനിലെ 3 ചർച്ച് കോംപ്ലക്സുകളിലായും ധാരാളം പരിപാടികളാണ് സംഘടിപ്പിക്കുന്നത്. ഇങ്ങനെ ഗൾഫിലെ വിവിധങ്ങളായ ചർച്ചുകളിൽ സന്ധ്യാനമസ്കാരവും തീജ്വാല ശുശ്രൂഷയും സ്ലീബ ആഘോഷവും കുർബാനയും സ്നേഹവിരുന്നും മറ്റു പരിപാടികളും അത്യാഹ്ലാദത്തോടെയാണ് നടക്കുക. ഇങ്ങനെ ആത്മീയ നിറവിലും ക്രിസ്മസ് ആഘോഷത്തെ വരവേൽക്കുകയാണ് പ്രവാസി സമൂഹം. ഹാരിസ് അരിക്കുളം, മീഡിയ 1, ദുബായ്. ക്രിസ്മസിനെ വരവേൽക്കാൻ ഖത്തറിലെ പ്രവാസികളും ഷോപ്പിംഗ് മാളുകളും ഒരുങ്ങി. ക്രിസ്മസ് കേക്കുകളും ക്രിസ്മസ് ട്രീയും ഉൾപ്പെടെ നിരവധി വസ്തുക്കളാണ് വിൽപ്പനയ്ക്കായി കടകളിൽ നിരന്നിരിക്കുന്നത്. പരസ്യമായ ആഘോഷങ്ങൾക്ക് നിയന്ത്രണമുണ്ടെങ്കിലും ഖത്തറിലെ പ്രവാസികളും ക്രിസ്മസ് ആഘോഷിക്കാൻ തയ്യാറെടുക്കുന്നു. വീടുകൾക്കുള്ളിലും ഷോപ്പിംഗ് മാളുകളിലുമാണ് ക്രിസ്മസ് ആഘോഷങ്ങൾ ഖത്തറിൽ പ്രധാനമായി നടക്കുന്നത്. ക്രിസ്മസ് ആഘോഷങ്ങളെ കൊഴുപ്പിക്കാൻ രാജ്യത്തെ പ്രമുഖ ഷോപ്പിംഗ് മാളുകളെല്ലാം മത്സരത്തിലാണ്. ക്രിസ്മസ് ട്രീ, പുൽക്കൂട് അലങ്കരിക്കാനുള്ള പാവകൾ, ഇലൂമിനേഷൻ ലൈറ്റുകൾ തുടങ്ങി ക്രിസ്മസ് ആഘോഷത്തിന് വേണ്ട മുഴുവൻ സാധനങ്ങളും ഖത്തറിലെ ഷോപ്പിംഗ് സെന്ററുകളിൽ എത്തിക്കഴിഞ്ഞു. റിലീജിയസ് കോംപ്ലക്സിലുള്ള പള്ളിയിൽ ഇന്ന് വൈകുന്നേരത്തോടെ ക്രിസ്മസ് ആഘോഷങ്ങൾ ആരംഭിക്കും. വിവിധ പ്രവാസി സംഘടനകളുടെ നേതൃത്വത്തിൽ 2 ആഴ്ചയോളം നീണ്ടു നിൽക്കുന്ന ക്രിസ്മസ് പരിപാടികളാണ് വരും ദിവസങ്ങളിൽ നടക്കുക. റമീസ് ചാത്തിയറ, മീഡിയ 1, ദോഹ. പ്രവാസത്തിന്റെ കണ്ണാടി എന്ന പ്രമേയത്തിൽ യൂത്ത് ഇന്ത്യ കുവൈത്ത് സംഘടിപ്പിച്ച ഹ്രസ്വചിത്ര മത്സരത്തിൽ വിജയിച്ചവർക്ക് അവാർഡുകൾ വിതരണം ചെയ്തു. മികച്ച ചിത്രമായി തെരഞ്ഞെടുത്ത ഫ്രൈഡേ ഹോളിഡേയുടെ സംവിധായകൻ സിയാദ് നൂർ അവാർഡ് ഏറ്റുവാങ്ങി. 100 ദിനാറും പ്രശസ്തി ഫലകവും അടങ്ങിയതാണ് അവാർഡ്. ഭൂമിയുടെ അറ്റം, സ്പെക്ടക്കിൾ, ബ്ലൈൻഡ് എന്നീ ചിത്രങ്ങൾക്ക് പ്രത്യേക ജൂറി പരാമർശം ലഭിച്ചു. മുഹമ്മദ് സാലിഖ്, ബിജു സാമുവൽ എന്നിവർ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി. KG പ്രസിഡന്റ് സക്കീർ ഹുസൈൻ തുവ്വൂരാണ് അവാർഡുകൾ വിതരണം ചെയ്തത്. ബഹ്റൈനിൽ ഒരേ സമയം 800 പൂച്ചെടികൾ നട്ടുകൊണ്ട് കുട്ടികൾ രാജാവിന്റെ പേരെഴുതി. ദേശീയ ദിനാഘോഷത്തോടനുബന്ധിച്ച് ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടാൻ സാധ്യതയുള്ള പരിപാടി കാണാൻ ഗിന്നസ് ബുക്ക് പ്രതിനിധി സാമിർ ജോസഫ് ഇന്നലെ ബഹ്റൈനിൽ എത്തിയിരുന്നു. ബ്രിട്ടനിൽ 636 പേർ ഒരേ സമയം പൂച്ചെടി നട്ടതാണ് നിലവിലുള്ള റെക്കോർഡ്. 8ാമത് മുജാഹിദ് സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം ബഹ്റൈനിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മതം, മാനവികത, നവോത്ഥാനം എന്ന പ്രമേയത്തിൽ ആണ് സമ്മേളനം നടക്കുന്നത്. നവോത്ഥാന പ്രവർത്തനങ്ങളുടെ തുടർച്ചയാണ് സമ്മേളനമെന്ന് വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്ത ഇന്ത്യൻ ഇസ്ലാഹി മൂവ്മെന്റ് ദേശീയ ജനറൽ സെക്രട്ടറി ഹുസൈൻ മടവൂർ പറഞ്ഞു. ഫെബ്രുവരി 6 മുതൽ 9 വരെ എഡരിക്കോട് വെച്ചാണ് സമ്മേളനം നടക്കുക. ബഹ്റൈനിൽ നടക്കുന്ന പ്രചരണ പരിപാടികളിൽ M. സ്വലാഹുദ്ദീൻ മദനി പങ്കെടുക്കും. മസ്കത്ത് നഗരത്തിലെ പാർക്കുകളിൽ ഫുട്ബോൾ കളിക്കുന്നതിന് മുനിസിപ്പാലിറ്റിയുടെ വിലക്ക്. ഇക്കാര്യം അറിയിച്ച് നഗരസഭ പാർക്കുകളിൽ ബോർഡ് സ്ഥാപിച്ചു തുടങ്ങി. ഫുട്ബോൾ മത്സരത്തിന്റെ ആവേശത്തിനിടെ പാർക്കിലെ പുൽത്തകിടിയും അലങ്കാരങ്ങളും വ്യാപകമായി നശിപ്പിക്കപ്പെടുന്ന പശ്ചാത്തലത്തിലാണ് നടപടി. തൊഴിലാളികളും യുവാക്കളും ബഹളമുണ്ടാക്കി കളിക്കുന്നത് കുടുംബത്തോടൊപ്പം പാർക്കിലെത്തുന്നവർക്ക് ശല്യമാകുന്നുവെന്ന പരാതിയും വ്യാപകമാണ്. മരുഭൂമിയിൽ ആടുകളെ മേയ്ക്കുന്നതിനിടയിൽ മൈൻ പൊട്ടി 2 കാലുകൾ നഷ്ടപ്പെട്ട ഏഷ്യൻ യുവാവിന് 30,000 ദിനാർ നഷ്ടപരിഹാരം നൽകാൻ അപ്പീൽ കോടതി വിധി. കുവൈറ്റ് പ്രതിരോധ മന്ത്രാലയമാണ് നഷ്ടപരിഹാര തുക നൽകേണ്ടത്. നേരത്തെ സിവിൽ കോടതി വിധിച്ച 10,000 ദിനാർ നഷ്ടപരിഹാര തുക അപര്യാപ്തമെന്ന് കാണിച്ച് ഇയാൾ നൽകിയ അപ്പീലിലാണ് കഴിഞ്ഞ ദിവസം വിധി വന്നത്. വഫറ ഭൂമിയിൽ ആടുകൾ മേയ്ക്കുന്നതിനിടെയാണ് അബദ്ധത്തിൽ മൈനിൽ ചവിട്ടിയായിരുന്നു അപകടം. UAE സ്റ്റേറ്റ് സെക്യൂരിറ്റിയുടെ തടവിൽ കഴിയുന്ന ഡോക്ടർ മഹ്മൂദ് അൽ ജയ്ദയുടെ മകൻ അബ്ദുറഹ്മാൻ അൽ ജയ്ദയെയും UAE പോലീസ് അറസ്റ്റ് ചെയ്തു. പിതാവിന്റെ വിചാരണയുമായി ബന്ധപ്പെട്ട നടപടികൾക്കായി കോടതിയിൽ എത്തിയതായിരുന്നു അബ്ദുറഹ്മാൻ. നിരോധിത സംഘടനയായ ജഇയത്തുൽ ഇസ്ലാഹുമായി ബന്ധം പുലർത്തിയെന്ന കുറ്റമാണ് ഇരുവർക്കുമെതിരെ ദുബായ് പോലീസ് ചുമത്തിയിരിക്കുന്നത്. തിരുവനന്തപുരം സ്വദേശി സൗദി അറേബ്യയിലെ യാംബൂവിൽ വെച്ച് ഹൃദയാഘാതം മൂലം മരിച്ചു. പള്ളിപ്പുറം സ്വദേശി കമ്മാൻകോട്ട് ഷാജഹാൻ പിള്ളയാണ് യാംബു അൽ അൻസാരി ഹോസ്പിറ്റലിൽ വെച്ച് കഴിഞ്ഞ ദിവസം മരിച്ചത്. 20 വർഷമായി സൗദിയിൽ ജോലി ചെയ്യുകയായിരുന്നു ഇദ്ദേഹം. അടുത്തിടെ ബവാസിൽ അറേബ്യ കോൺട്രാക്ടിംഗ് കമ്പനിയിലേക്ക് താമസം മാറുകയായിരുന്നു. മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. ഖത്തറിലെ റാസ് ഗ്യാസ് ആദ്യമായി നേരിട്ടെത്തിക്കുന്ന പ്രകൃതിവാതക വാഹന കപ്പൽ കൊച്ചിയിലെത്തി. ഫുവൈരീദ് എന്ന വാതകവാഹിനി കപ്പൽ
പതുവ വൈപ്പിനിലുള്ള പെട്രോനെറ്റ് LNGയുടെ പ്രകൃതിവാതക ടെർമിനലിലാണ് സുരക്ഷിതമായി എത്തിയത്. ദീർഘകാല ഉപഭോക്താവായ പെട്രോനെറ്റിനായുള്ള റാസ് ഗ്യാസിന്റെ പ്രതിബദ്ധതയാണ് ഇതിലൂടെ നിറവേറ്റപ്പെട്ടതെന്ന് RGയുടെ CEO ഹമദ് റാഷിദ് അൽ മുഹന്നദി പറഞ്ഞു. ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള വാണിജ്യ ബന്ധം ശക്തിപ്പെടുത്തുന്നതിന് കൂടിയാണിതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മൊബൈൽ ലോട്ടറി അടിച്ചുവെന്ന് പറഞ്ഞ് മലയാളി യുവതിയിൽ നിന്നും 1400 ദിർഹം തട്ടിയെടുത്തതായി പരാതി. ഷാർജ അൽ കാസിമിയയിൽ കുടുംബസമേതം താമസിക്കുന്ന കോട്ടയത്തുകാരിയാണ് തട്ടിപ്പിന് ഇരയായത്. വാർത്തകൾ തുടരുന്നു. കോൺഗ്രസിന്റെ നയങ്ങളിൽ ന്യൂനപക്ഷങ്ങൾക്കുള്ള ആശങ്ക വരുന്ന തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ ഗുണപരമായി പ്രതിഫലിക്കുമെന്ന് കേന്ദ്ര ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി റഹ്മാൻ ഖാൻ. മുസഫർ നഗർ സന്ദർശിച്ച രാഹുൽ ഗാന്ധിക്ക് മുന്നിൽ ന്യൂനപക്ഷങ്ങൾ പ്രകടിപ്പിച്ച ആശങ്കയും സംശയവും ദൂരീകരിക്കുന്നതിനായിരിക്കും കോൺഗ്രസ് ശ്രമിക്കുക. മുസഫർ നഗറിലുള്ളത് ഇരകളല്ല, കോൺഗ്രസിന്റെയും BJPയുടെയും ഏജന്റുമാരാണെന്ന മുലായം സിംഗിന്റെ വാദം അസംബന്ധമാണെന്നും അദ്ദേഹം പറഞ്ഞു. കോഴിക്കോട്ടെ മീഡിയ വൺ ആസ്ഥാനം സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു റഹ്മാൻ ഖാൻ. കോൺഗ്രസിൻ്റേത് ന്യൂനപക്ഷ പ്രേമമോ അതോ തെരഞ്ഞെടുപ്പ് തന്ത്രമോ? ഈ വിഷയം ന്യൂസ് വൺ മിഡിൽ ഈസ്റ്റ് പരിശോധിക്കുന്നു. KK കൊച്ചു മുഹമ്മദ്, കോൺഗ്രസ് ന്യൂനപക്ഷ സെൽ ചെയർമാൻ, അദ്ദേഹം തൃശൂർ സ്റ്റുഡിയോയിലുണ്ട്. അഷ്റഫ് കടക്കൽ, ന്യൂനപക്ഷ നിരീക്ഷകനും എഴുത്തുകാരനും, തിരുവനന്തപുരം സ്റ്റുഡിയോയിലുണ്ട്. ഒപ്പം AS സുരേഷ് കുമാർ, മാധ്യമപ്രവർത്തകൻ, ടെലിഫോൺ ലൈനിൽ പ്രതീക്ഷിക്കുന്നു. KT ജലീൽ MLA ടെലിഫോൺ ലൈനിൽ പ്രതീക്ഷിക്കുന്നു. ഡോക്ടർ ഫസൽ ഗഫൂർ അല്പസമയത്തിനകം ന്യൂസ് സ്റ്റുഡിയോയിൽ എത്തുമെന്നും പ്രതീക്ഷിക്കുന്നു. ആദ്യം ഡോക്ടർ അഷ്റഫ് കടക്കലിലേക്ക്. ഡോക്ടർ അഷ്റഫ് കടക്കൽ, താങ്കൾ ഡൽഹിയിൽ നടന്ന ഇന്നലെ രാഹുൽ ഗാന്ധിയുടെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ പങ്കെടുത്ത ആളാണ്. എന്താണ് അവിടെ നടന്നത്? എന്തായിരുന്നു അത്തരമൊരു യോഗത്തിൻ്റെ ഉദ്ദേശം? നിശ്ചയമായും കോൺഗ്രസ് പാർട്ടി വരുന്ന പാർലമെൻറ്റ് ഇലക്ഷനെ മുന്നിൽ കണ്ടുകൊണ്ട് വിളിച്ചുകൂട്ടിയ ഒരു യോഗം തന്നെയാണ്. പക്ഷേ കോൺഗ്രസ് പാർട്ടിയുടെ ചരിത്രം പരിശോധിച്ചാൽ രാഹുൽ ഗാന്ധി ഈ വിഷയത്തിൽ അല്പം വ്യത്യസ്തമായി ചിന്തിക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം കോൺഗ്രസിൻ്റെ ചരിത്രം ഇതുവരെ ഇലക്ഷൻ മാനിഫെസ്റ്റോ പ്രിപ്പയർ ചെയ്യുന്നതിന് തയ്യാറാക്കുന്നതിന് തിരഞ്ഞെടുക്കപ്പെട്ട 4 or 5 അംഗങ്ങളടങ്ങിയ ഒരു സമിതിയാണ്. പ്രധാനമായും ജയറാം രമേശ്, സൽമാൻ ഖുർഷിദ്, അങ്ങനെയുള്ള വളരെ സീനിയർ ആയിട്ടുള്ള നേതാക്കളടങ്ങിയ ഒരു സമിതി. രാഹുൽ ഗാന്ധി തന്നെ അദ്ദേഹത്തിൻ്റെ സംസാരം ആരംഭിച്ചത് ഈ യോഗത്തിൽ ഏതാണ്ട് ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളുണ്ടായിരുന്നു. മുസ്ലിങ്ങൾ മാത്രമല്ല, മുസ്ലിങ്ങൾ, ക്രൈസ്തവർ, ബുദ്ധമതക്കാർ, സിഖുകാർ, പാഴ്സി, ജൈന മതവിഭാഗങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ, പല രൂപത്തിലുള്ള പ്രതിനിധികൾ, രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവരുണ്ട്, അക്കാഡമിക്സിലുള്ളവരുണ്ട്, അതുപോലെ തന്നെ രാഷ്ട്രീയ നിരീക്ഷകരായിട്ടുള്ള ആളുകൾ ഉണ്ടായിരുന്നു, NGOസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന NGOയുടെ പ്രവർത്തകരുണ്ടായിരുന്നു, അതിന് നേതൃത്വം കൊടുക്കുന്നവരുണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം ഇതൊരു രാഷ്ട്രീയ ഗിമ്മിക്ക് ആണെന്ന് പറയാൻ പറ്റില്ല. കാരണം ആ യോഗത്തിൽ പങ്കെടുത്ത ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് വളരെ കൃത്യമായ അജണ്ട നിശ്ചയിച്ചു കൊണ്ടുള്ളത് തന്നെയുള്ളൊരു ചർച്ചയായിരുന്നു. പ്രധാനമായും വിഷയങ്ങളെ സാമൂഹികം, സാമ്പത്തികം, വിദ്യാഭ്യാസം എങ്ങനെ 3 മേഖലകളാക്കി തിരിച്ചു. അതിൽ പങ്കെടുത്ത സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾക്ക്, എല്ലാ മതവിഭാഗങ്ങളിലുള്ള പ്രതിനിധികൾക്കും അവരുടെ ഗ്രീവൻസ്, അവരുടെ പ്രശ്നങ്ങൾ അത് എങ്ങനെയാണ് മാനിഫെസ്റ്റോയിൽ പ്രതിഫലിക്കേണ്ടത് എന്ന് അവതരിപ്പിക്കാനുള്ളതാണ്. അപ്പോൾ രാഹുൽ ഗാന്ധി അത് സംബന്ധിച്ച് വിശദീകരിച്ചത്, ഇതുവരെ കോൺഗ്രസിൻ്റെ മാനിഫെസ്റ്റോ തയ്യാറാക്കുന്നത് പാർട്ടിയുടെ സീനിയർ നേതാക്കളായിരുന്നു. ഇതിൽ നാട്ടിൻ്റെ ജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്, പ്രത്യേകിച്ചും പിന്നോക്ക വിഭാഗക്കാർക്ക് എന്താണ് പറയാനുള്ളത്, ന്യൂനപക്ഷങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഈ യോഗത്തിന്റെ, ഇന്നലെ നടന്ന യോഗത്തിന്റെ ഉദ്ദേശ ശുദ്ധി ചോദ്യം ചെയ്യപ്പെടുന്നത് പലതരം കാരണങ്ങളാലാണ്. കഴിഞ്ഞ 2009 ലോക്സഭാ ഇലക്ഷനിൽ കോൺഗ്രസ് ഇറക്കിയ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ ഒന്നും ഇതുവരെ പാലിച്ചിട്ടില്ല. ന്യൂനപക്ഷ ക്ഷേമവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും ഇപ്പോഴും വാക്കുകളിൽ തന്നെ ഒതുങ്ങി നിൽക്കുകയാണ്, അല്ലെങ്കിൽ അവിടെ തന്നെ നിൽക്കുകയാണ്, ഒന്നും ഇതുവരെ ആയിട്ടില്ല. ആ സാഹചര്യത്തിലാണ് ഈ ഉദ്ദേശശുദ്ധി ചോദ്യം ചെയ്യപ്പെടുന്നത്. കോൺഗ്രസ് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. അവർക്ക് തിരഞ്ഞെടുപ്പിൽ വിജയിക്കാനുള്ള തന്ത്രങ്ങൾ ഏത് രൂപത്തിലും അവർ രാഷ്ട്രീയ രംഗത്ത് തിരഞ്ഞെടുപ്പിൽ വിജയമുണ്ടാക്കുക എന്നതായിരിക്കും അതിൻ്റെ ലക്ഷ്യം. പക്ഷേ ഞാൻ ഇതിൽ കാണുന്നത്, ഇപ്പോൾ ആ യോഗത്തിൻ്റെ സ്വഭാവം അനുസരിച്ച് തന്നെ പറയാം, രാഹുൽ ഗാന്ധി നേതാക്കളിരുന്ന ഭാഗത്ത് അല്ല അദ്ദേഹം ഇരുന്നത്. അദ്ദേഹം മറ്റ് പ്രതിനിധികളായി വന്ന ആളുകൾക്കിടയിൽ ഇരിക്കുകയും
അവരുമായി നിരന്തരമായി സംവദിക്കുകയും ആ സംവാദത്തിൽ അദ്ദേഹം ഓരോ വിഷയങ്ങൾക്കും കൃത്യമായി ഇടപെട്ട് മറുപടി പറയുകയും ചെയ്യുമ്പോൾ പോലും സീനിയർ നേതാക്കളൊക്കെ അദ്ദേഹത്തെ തടയുന്ന ഒരു സ്വഭാവമാണ് കണ്ടത്. അപ്പോൾ അദ്ദേഹം വിഷയത്തെ സമീപിക്കുന്ന രീതി തികച്ചും വ്യത്യസ്തമാണ്. അത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരിൽ നിന്ന് ഭിന്നമായ ഒരു സമീപനമാണ്. പിന്നെ മറ്റൊരു കാര്യം പറഞ്ഞത്, കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ, മാനിഫെസ്റ്റോയിൽ പറഞ്ഞ കാര്യങ്ങൾ പിന്നെ പാലിച്ചോ ഇല്ലേ എന്നുള്ളത് നമ്മൾ വിശദമായി പരിശോധിക്കേണ്ടതാണ്. ഇത് ഈ വിഷയത്തിൽ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം, ഞാൻ ആ യോഗത്തിൽ കേരളത്തിൻ്റെ പ്രതിനിധികളിൽ നിന്ന് ആ യോഗത്തിൽ സംസാരിക്കാൻ എനിക്ക് മാത്രമാണ് അവസരം ലഭിച്ചത്. ആ യോഗത്തിൽ തന്നെ ഞാൻ കൃത്യമായ വിമർശനങ്ങൾ മുന്നോട്ട് വച്ചിരുന്നു. ആ വിമർശനം എന്നത് സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് സച്ചാറിൻ്റെ റിപ്പോർട്ടിൻ്റെ തന്നെ അടിസ്ഥാന ധാര അല്ലെങ്കിൽ അതിൻ്റെ സമീപനം തന്നെ ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾക്ക്, പ്രത്യേകിച്ച് മുസ്ലിങ്ങൾക്ക്, സെക്യൂരിറ്റി റിലേറ്റഡ് വിഷയങ്ങൾ, ഐഡന്റിറ്റി റിലേറ്റഡ് വിഷയങ്ങൾ, ഞാൻ താങ്കളിലേക്ക് തിരികെ എത്താം. ഡോക്ടർ കെ കൊച്ചു മുഹമ്മദ്, കോൺഗ്രസിന്റെ ഉദ്ദേശം 2014 മേയിൽ നടക്കാനിരിക്കുന്ന പൊതുതെരഞ്ഞെടുപ്പാണ് കോൺഗ്രസിന്റെ മനസ്സിലിരിപ്പെന്ന് വ്യക്തമാണെന്ന് BJP ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ പറയാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. അതിൽ ഏറ്റവും വലിയ കാര്യം 2009 ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട വാഗ്ദാനമായിരുന്നു ആൻറ്റി കമ്മ്യൂണൽ വയലൻസ് ബിൽ. 4 വർഷം കഴിഞ്ഞ് മുസഫർ നഗറിലെ കലാപം വരെ കാത്തിരിക്കേണ്ടി വന്നു അത്തരമൊരു ബിൽ ചർച്ച ചെയ്യാൻ വരെ. ഈ അവസ്ഥയിൽ ഇത്തരം ഒരു കൂട്ടായ്മ അല്ലെങ്കിൽ ഇത്തരം ഒരു യോഗം വിളിച്ചു കൂട്ടുന്നതിലെ ഉദ്ദേശശുദ്ധി ചോദ്യം ചെയ്യപ്പെടുന്നു എന്ന് പറയുമ്പോൾ എങ്ങനെ അതിനെ പ്രതിരോധിക്കും കോൺഗ്രസ്? ഇന്നലെ ഡൽഹിയിൽ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ന്യൂനപക്ഷ സമുദായങ്ങളിൽപ്പെട്ട വിവിധ തുറകളിൽ പ്രവർത്തിക്കുന്നവരെ വിളിച്ചുകൂട്ടി 2014 നടക്കാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്ക് മുമ്പിൽ വെക്കേണ്ട മാനിഫെസ്റ്റോ എന്താണ് എന്ന് തീരുമാനിക്കാൻ ജനപങ്കാളിത്തം ഉറപ്പാക്കുന്ന ഒരു സമീപനം സ്വീകരിച്ചു എന്നുള്ളത് തന്നെ ജനാധിപത്യ ചരിത്രത്തിൽ ഏറ്റവും വിലപ്പെട്ടതാണ്. അത് കോൺഗ്രസ് ജയിക്കാനാണ് എന്ന് BJP പറഞ്ഞാൽ അത് ജയിക്കാൻ തന്നെയാണ്. ഏതെങ്കിലും തെരഞ്ഞെടുപ്പുകളിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി തോൽക്കാൻ വേണ്ടി മത്സരിക്കുമോ? ജയിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തന പദ്ധതികൾക്ക് രൂപം കൊടുക്കുക എന്നുള്ളത് ജനാധിപത്യത്തിന്റെ ഭാഗമാണ്. ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക എന്നതല്ല അതിൻ്റെ അർത്ഥം. അടുത്തു വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഈ ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് ഇന്നലെ വരെ നടന്ന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ഭാവിയിൽ എന്തൊക്കെ നടക്കണമെന്ന് പറയാനുള്ള അവകാശമുണ്ട്. അത് കേൾക്കാനും അത് രൂപപ്പെടുത്താനും അത്തരം ഒരു സംവിധാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ പ്രാവർത്തികമാക്കി എന്നുള്ളത് തന്നെ ഇന്ത്യയിലെ മതേതരത്വത്തിൻ്റെ ഏറ്റവും ഒരു മുഖമുദ്രയായി തന്നെ നമ്മൾ കണക്കിലെടുക്കണം. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം, UPA ഗവൺമെൻറ്, 1-2 ഗവൺമെൻറ്റുകൾ ഇതുവരെ ന്യൂനപക്ഷങ്ങൾക്ക് എന്ത് ചെയ്തു എന്ന വിഷയത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വസ്തുതാപരമായി തന്നെ വിശകലനം ചെയ്യാം. രജീന്ദ്ര സച്ചാർ കമ്മിറ്റി രൂപീകരിച്ചത് തന്നെ ഇന്ത്യയിലെ ന്യൂനപക്ഷ സമുദായങ്ങളുടെ പിന്നോക്കാവസ്ഥ വിദ്യാഭ്യാസപരമായി, ആരോഗ്യപരമായി, തൊഴിൽപരമായി എല്ലാം തന്നെ പരിശോധിക്കുന്നതിന് വേണ്ടിയാണ്. അങ്ങനെ ആത്മാർത്ഥമായ ഒരു സമീപനം സ്വീകരിച്ചത് കൊണ്ടാണ് ഇന്ത്യയിലെ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ പട്ടികജാതിയേക്കാൾ താഴ്ന്ന നിലയിലുള്ള ജീവിത നിലവാരം ഇന്ത്യയുടെ വിവിധ മേഖലയിലുണ്ട് എന്ന് കണ്ടെത്തിയത്. ശ്രീ കെ കൊച്ചുമ, ഞാൻ താങ്കളിലേക്ക് മടങ്ങിയെത്താം, വളരെ പെട്ടെന്ന് മടങ്ങിയെത്താം. ഡോക്ടർ KT ജലീൽ, അദ്ദേഹം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ KT ജലീൽ, ഇന്നലെ ഡൽഹിയിൽ രാഹുൽ ഗാന്ധി വിളിച്ചു ചേർത്ത ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ യോഗം, അതിനെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ആത്മാർത്ഥമായിട്ടാണ് രാഹുൽ ഗാന്ധി അത്തരം ഒരു ശ്രമം നടത്തിയത് എങ്കിൽ ഞാനതിനെ അഭിനന്ദിക്കുകയാണ്. പക്ഷേ നമ്മൾ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ കോൺഗ്രസ് ഇന്നോളം ന്യൂനപക്ഷങ്ങളുടെ പ്രശ്നങ്ങൾ, വിശിഷ്യ മുസ്ലിങ്ങളുടെ പ്രശ്നങ്ങൾ വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണ്. കോൺഗ്രസിന് 3-2 ഭൂരിപക്ഷം ഈ രാജ്യത്ത് പല തെരഞ്ഞെടുപ്പുകളിലും കിട്ടിയിട്ടുണ്ട്. ഒരു കക്ഷിയുടെയും പിന്തുണയില്ലാതെ കോൺഗ്രസ് ഒറ്റക്ക് പതിറ്റാണ്ടുകൾ രാജ്യം ഭരിച്ചിട്ടുണ്ട്.
എന്നാൽ കോൺഗ്രസ് അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും ക്ഷയിച്ച ദുർബലമായ ഒരു അവസ്ഥയിൽ ഒന്നാം UPA സർക്കാർ രൂപീകരിക്കപ്പെടുന്നതിന് മുൻപ് മതേതര പാർട്ടികൾ, ഇടതുപക്ഷ പാർട്ടികൾ ഉൾപ്പെടെയുള്ള രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്ന മതേതര പാർട്ടികളുടെ കൂട്ടായ്മയിൽ രൂപം കൊണ്ട സഖ്യമാണ് സച്ചാർ കമ്മിറ്റി ന്യൂനപക്ഷങ്ങളെ, വിശിഷ്യ മുസ്ലിങ്ങളെ സംബന്ധിക്കുന്ന ഒരു പഠനം ആവശ്യമാണ് എന്നുള്ള ഒരു നിഗമനത്തിലെത്തുന്നത്. ആ ഒന്നാം UPA ഗവൺമെന്റാണ്, കോൺഗ്രസിന് സ്വന്തമായി ഭൂരിപക്ഷം ഇല്ലാത്ത ആ സർക്കാരാണ് മുസ്ലിങ്ങളുടെ പിന്നോക്കാവസ്ഥയെ സംബന്ധിച്ച് പഠിക്കാൻ ഇന്ത്യയിൽ ഒരു കമ്മീഷനെ ആദ്യമായിട്ട് നിയോഗിക്കുന്നത്. അതിനു മുൻപ് പിന്നോക്ക ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ പല കമ്മീഷനുകളും രൂപവൽക്കരിച്ചിട്ടുണ്ടെങ്കിലും മുസ്ലിങ്ങളെ മാത്രം കേന്ദ്രീകരിച്ച് പഠനം നടത്താൻ വേണ്ടി നിയോഗിക്കപ്പെട്ട ആദ്യത്തെ കമ്മീഷനായിരുന്നു അത്. ഇതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? കോൺഗ്രസിന് അവർക്ക് 2/3 ഭൂരിപക്ഷം കിട്ടിയ കാലത്ത് ചെയ്യാമായിരുന്ന കാര്യം അവർ സ്വന്തം ഒറ്റക്ക് ഭൂരിപക്ഷത്തോടുകൂടി പതിറ്റാണ്ടുകൾ നാട് ഭരിച്ചപ്പോൾ ചെയ്യാൻ സാധിക്കുമായിരുന്ന കാര്യം അവരവരുടെ ചരിത്രത്തിൽ ഏറ്റവും ദുർബലമായൊരു അവസ്ഥയിൽ മറ്റുള്ള മതേതര പാർട്ടികളുടെ സമ്മർദ്ദവും കൂടി വന്ന ഘട്ടത്തിലാണ് ചെയ്യുന്നത്. ആ റിപ്പോർട്ട് വെച്ചു എന്നല്ലാതെ ആ റിപ്പോർട്ടിന്റെ തുടർ നടപടികൾ, അനുബന്ധ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയത്? മൈനോറിറ്റി വിഭാഗത്തിന് ഒരു മന്ത്രി ഉണ്ടായി, അതൊരു പ്രത്യേക പോർട്ട്ഫോളിയോ ആയി എന്നല്ലാതെ ബഡ്ജറ്റിൽ ഈ കാലയളവിൽ എത്ര രൂപ അതിനുവേണ്ടി നീക്കിവെച്ചു? മൈനോറിറ്റി വിഭാഗത്തിന് നൽകുന്ന സ്കോളർഷിപ്പ് ഒന്നും നരേന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ട് സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നൽകപ്പെടുന്ന കാര്യമല്ല. അത് എല്ലാ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കും നൽകുന്നുണ്ട്. സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത് വലിയൊരു വിഷയം തന്നെയാണ്. ആ വിഷയത്തിലേക്ക് താങ്കളുടെ അഭിപ്രായങ്ങൾ ആവശ്യമാണ്. ഞാൻ മടങ്ങിയെത്താം വളരെ പെട്ടെന്ന്. മാധ്യമം ഡൽഹി ബ്യൂറോ ചീഫ് AS സുരേഷ് കുമാർ, അദ്ദേഹം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ AS സുരേഷ് കുമാർ, ഇന്ന് റഹ്മാൻ ഖാൻ അടക്കം കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രി K റഹ്മാൻ ഖാൻ അടക്കമുള്ളവർ പറഞ്ഞത് ഇന്നലെ നടന്ന യോഗത്തിൽ ഡൽഹിയിൽ രാഹുൽ ഗാന്ധി വിളിച്ചു ചേർത്ത യോഗത്തിൽ നടന്നത് നിർദ്ദേശങ്ങൾ മാത്രമാണ്. ആരും ഒരു വിമർശങ്ങളും അല്ലെങ്കിൽ കുറ്റപ്പെടുത്തലുകളോ ആവലാതികളോ ഒന്നും അവിടെ ഉന്നയിച്ചിട്ടില്ല എന്നാണ്. യഥാർത്ഥത്തിൽ എന്താണ് ഇന്നലെ നടന്ന യോഗത്തിൽ ഉണ്ടായത്? സൈഫുദ്ദീൻ, ഈ പ്രകടന പത്രിക തയ്യാറാക്കുന്ന ഒരു കോൺഗ്രസ് പ്രകടന പത്രിക തയ്യാറാക്കുന്ന ഒരു യോഗത്തിലേക്ക് ന്യൂനപക്ഷ പ്രതിനിധികളെ വിളിക്കുമ്പോൾ അവിടെ വിമർശനമുണ്ടായില്ല, മറിച്ച് അഭിപ്രായ നിർദ്ദേശങ്ങളാണ് ഉണ്ടായത് എന്ന് നമുക്ക് സാങ്കേതികമായി പറയാം. പക്ഷെ വിമർശനമില്ലാതെ എവിടെയാണ് അഭിപ്രായ നിർദ്ദേശങ്ങൾ ഉണ്ടാവുക? അതിന്റെ സ്വാഭാവികമായിട്ടും ന്യൂനപക്ഷ സമുദായങ്ങളെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തവർക്ക് ഇത്തരമൊരു യോഗത്തിൽ ഒരു സമുദായം നേരിടുന്ന പ്രശ്നങ്ങൾ വിമർശനാത്മകമായി അതിന്റെ ക്ഷണിച്ചവർക്ക് മുമ്പിൽ അവതരിപ്പിക്കേണ്ട ബാധ്യതയുണ്ട്. അതവർ ചെയ്തിട്ടുണ്ട് എന്നാണ് നമുക്ക് കിട്ടുന്ന എല്ലാ വിവരങ്ങളും. അത് മാധ്യമത്തിലും മറ്റ് പത്രങ്ങളിലുമൊക്കെ വന്നിട്ടുണ്ട് എന്നാണ് ഞാൻ ഇത് കരുതുന്നത്. ഇവിടെ അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അത് ഇപ്പോ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട്, അതിനെക്കുറിച്ചാണ് പ്രധാനമായിട്ടും എല്ലാവരും പറയുന്നത്. ഈ യോഗത്തിൽ തന്നെ ഉയർന്ന ഒരു ചെറിയ കാര്യത്തിലേക്ക് ഞാൻ ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് പറയാം. പ്രകടന പത്രിക തയ്യാറാക്കുന്നതിന് വേണ്ടി ക്ഷണിച്ച യോഗത്തിൽ ചിലരെങ്കിലും പറഞ്ഞിട്ടുണ്ട്, എന്തിനാണ് പ്രകടന പത്രികയുടെ പുതിയ നിർദ്ദേശങ്ങൾ നിലവിൽ കഴിഞ്ഞ 2 തവണയായിട്ട് 2004-ലും 2009-ലും കോൺഗ്രസ് പ്രകടന പത്രിക തയ്യാറാക്കിയതാണ്. ആ പ്രകടന പത്രികയിൽ തയ്യാറാക്കിയ വാഗ്ദാനങ്ങൾ പാലിച്ചിട്ടുണ്ടോ? അതാണ് ആദ്യമായി പരിഗണിക്കേണ്ട പ്രശ്നം എന്ന് ആ യോഗത്തിൽ പങ്കെടുത്തവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഇത് തന്നെയാണ് ഇതിന്റെ കാതലായ പ്രശ്നവും. ഇവിടെ തീർച്ചയായിട്ടും കോൺഗ്രസ് ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധി സുരേഷ് കുമാറുമായുള്ള ടെലിഫോൺ ബന്ധത്തിൽ ചെറിയ തകരാറുണ്ട്. ഡോക്ടർ KK കൊച്ചു മുഹമ്മദ്, ന്യൂനപക്ഷ സമുദായങ്ങൾക്കിടയിലെ വർദ്ധിച്ച അരക്ഷിത ബോധം അത് ഇന്നലെ ഡൽഹിയിൽ കാണാനായി എന്ന് ആ യോഗത്തിൽ പങ്കെടുത്ത പലരും അഭിപ്രായം ഉന്നയിച്ചു. അതിന് പല കാരണങ്ങളുണ്ട്. ഭീകരതയുടെ പേരിൽ നിരപരാധികളായ മുസ്ലിം ചെറുപ്പക്കാരെ വേട്ടയാടുന്ന പ്രശ്നങ്ങളിലും ഒപ്പം സച്ചാർ സമിതി ശുപാർശകൾ കാര്യക്ഷമമായി അതിലൊരു ഇനീഷ്യേറ്റീവ് എടുക്കാൻ കോൺഗ്രസിന് സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അത് എവിടെ എത്തി നിൽക്കുന്നു? അത് പ്രാവർത്തികമാക്കുന്നതിൽ കാര്യക്ഷമമായി
പ്രയോഗവൽക്കരിക്കുന്നതിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് പറ്റിയ വീഴ്ചയൊക്കെ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ആ ഒരു ഘട്ടത്തിലാണ് പുതിയ ഒരു പ്രകടന പത്രിക കോൺഗ്രസ് ഉണ്ടാക്കുന്നത്. അതിന് എത്രത്തോളം വിശ്വാസ്യത ജനങ്ങൾ നൽകും? ഈ കാര്യത്തിൽ എൻ്റെ സുഹൃത്ത് KT ജലീൽ പറഞ്ഞത് വാസ്തവത്തിൽ സത്യത്തെ നിഷേധിക്കുന്നതാണ്. സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ പശ്ചാത്തലത്തിലാണ് പ്രധാനമന്ത്രിയുടെ പുതിയ 15 പരിപാടി തന്നെ പ്രഖ്യാപിക്കുന്നത്. ആ പുതിയ 15 പരിപാടിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇനം പിന്നാക്കം നിൽക്കുന്ന മുസ്ലിം സമുദായത്തെ മറ്റ് ഇതര മേഖലകളിൽ ഉയർത്തിക്കൊണ്ടുവരാൻ അവർക്ക് നൽകുന്ന വിദ്യാഭ്യാസപരമായ പദ്ധതിയാണ്. കഴിഞ്ഞ 11ാം പദ്ധതിയിൽ 7,990 കോടി രൂപയാണ് പൊതുവായി നീക്കിവെച്ചത് ന്യൂനപക്ഷ മന്ത്രാലയത്തിൻ്റെ കീഴിൽ. അതിൽ 6,983 കോടി രൂപയും ചിലവഴിച്ചു എന്നുള്ളതാണ് വസ്തുത. 12ാം പദ്ധതിയിൽ 17,393 കോടി രൂപയാണ് നീക്കിവെച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ 11ാം പദ്ധതിയിലെ 2.5 ഇരട്ടി, ഏകദേശം 3 ഇരട്ടിയോളം തുക 12ാം പദ്ധതിയിൽ ന്യൂനപക്ഷ സമുദായങ്ങളുടെ പിന്നോക്കാവസ്ഥയെ പരിഹരിക്കുവാൻ കേന്ദ്ര സർക്കാർ നീക്കിവെച്ചിരിക്കുന്നു എന്ന് തന്നെ പറഞ്ഞാൽ അതിൽ ആത്മാർത്ഥതയെക്കുറിച്ച് ആർക്കും തന്നെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകില്ല. കേരളത്തിൽ തന്നെ നീക്കിവെച്ച സംഖ്യയുടെ കണക്കുകൾ പറയുന്നതിനപ്പുറത്ത് മുസഫർ നഗറിൽ മരിച്ച കുട്ടികളുടെ കണക്കുകൾ ഈ അടുത്ത് പുറത്തു വന്നു. ആ വിഷയത്തിൽ വരെ കോൺഗ്രസിന് യാതൊന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല. നീക്കിവെച്ച കണക്കുകൾ താങ്കൾ പറയുന്നു, പക്ഷേ ഇതെവിടെയാണ് ചെലവാക്കിയത് എന്നുള്ള കാര്യത്തിൽ ഇനിയും ഒരു വ്യക്തത വരുത്താൻ കോൺഗ്രസിനായിട്ടില്ല. ഈ കേരളത്തിൽ ഈ വസ്തുത പരിശോധിക്കുകയാണെങ്കിൽ ഒരൊറ്റ കാര്യം ഞാൻ പറയാം. 2012-13 94,49,018 പേർക്ക് പ്രീ മെട്രിക് സ്കോളർഷിപ്പ് നൽകി. അതായത് 95,43,67,180 രൂപ. പോസ്റ്റ് മെട്രിക് ഇനത്തിൽ 95,379 താങ്കളിലേക്ക് ഡോക്ടർ KT ജലീൽ ടെലിഫോൺ ലൈനിൽ ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഡോക്ടർ KT ജലീൽ, അങ്ങനെയൊക്കെയാണെങ്കിലും പലതരം വിമർശങ്ങൾ കോൺഗ്രസിനെതിരെ ഉണ്ടായാലും ഉദ്ദേശശുദ്ധി ചോദ്യം ചെയ്യപ്പെട്ടാലും ഒക്കെ മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങൾ, രാജ്യത്തെ മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങളാവട്ടെ മറ്റു ന്യൂനപക്ഷ വിഭാഗങ്ങളാവട്ടെ അവർക്ക് നേരിയ ഒരു പ്രതീക്ഷ കോൺഗ്രസിലേ ഉള്ളൂ. BJP ആവട്ടെ അല്ലെങ്കിൽ ഇപ്പോൾ ഉടലെടുത്ത ആം ആദ്മി പാർട്ടി ആവട്ടെ അവർക്കൊന്നും ഈ വിഷയത്തിൽ ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്നത് വ്യക്തമാണ്. ആ ഒരു സാഹചര്യത്തിൽ കോൺഗ്രസിന് ഒരു ടേം കൂടെ അല്ലെങ്കിൽ അല്പം കൂടെ കോൺഗ്രസിൽ പ്രതീക്ഷ അർപ്പിച്ചുകൂടെ? കഴിഞ്ഞ ഇത്രയും കാലം 4 പതിറ്റാണ്ട് തുടർച്ചയായി കോൺഗ്രസ് ഭരിച്ചു. അതിനുശേഷം BJPയുടെ ഒരു ടേം മാറ്റി നിർത്തിയാൽ ബാക്കി കാലയളവിലും കോൺഗ്രസ് ആണ് ഭരിച്ചത്. ഈ രാജ്യത്തുള്ള ന്യൂനപക്ഷങ്ങളുടെ പ്രശ്നങ്ങൾക്ക്, വിശിഷ്യ മുസ്ലിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് എത്രയോ പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ അത് ഫലവത്തായി പരിഹരിക്കാൻ കോൺഗ്രസ് എന്ത് ശ്രമമാണ് നടത്തിയത്? അത് പരിഹരിക്കാൻ അവർ ശ്രമിച്ചില്ല എന്നുള്ളത് കൊണ്ടാണ് എത്രയോ വർഷം കോൺഗ്രസിന്റെ കൂടെ നിന്നിരുന്ന മുസ്ലിങ്ങൾ മാറ്റി ചിന്തിച്ചതും ഈവൻ BJP വരെ വന്നാലും കുഴപ്പമില്ല എന്നവർ കരുതിയതും. മുസ്ലിം ഭൂരിപക്ഷ മേഖലകളിലൊക്കെ പല പ്രദേശങ്ങളിലും BJP ജയിക്കുന്ന സാഹചര്യം വരെ നമ്മുടെ നാട്ടിലുണ്ടായി. ഒരുപാട് വാഗ്ദാനങ്ങളുടെ ലംഘനങ്ങൾ അവർ മുന്നിൽ കണ്ടപ്പോ അവർക്ക് അതല്ലാതെ മറ്റൊരു വഴി ഇല്ലായിരുന്നു. ഇവിടെ ന്യൂനപക്ഷങ്ങളെ മൊത്തത്തിലെടുത്ത് നടപ്പിലാക്കുന്ന പദ്ധതികളെ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെടുത്തി നമ്മൾ വായിക്കരുത്. മദ്രസ നവീകരണ പദ്ധതി, ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കുള്ള, വിവിധ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കുള്ള മുസ്ലിങ്ങൾ, ക്രൈസ്തവർ, സിഖുകാർ, പാർസികൾ, ബുദ്ധിസ്റ്റുകൾ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള രാജ്യത്തുള്ള എല്ലാ ന്യൂനപക്ഷങ്ങളും. ഡോക്ടർ KT ജലീൽ, ദയവായി ക്ഷമിക്കണം, ഞാൻ വളരെ പെട്ടെന്ന് താങ്കളിലേക്ക് തിരിച്ചെത്താം. ഡോക്ടർ ഫസൽ ഗഫൂർ, അദ്ദേഹം വൈകിയാണെങ്കിലും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു.
ഡോക്ടർ ഫസൽ ഗഫൂർ, താങ്കൾ ഇന്നലെ നടന്ന ഡൽഹിയിൽ രാഹുൽ ഗാന്ധി വിളിച്ചു ചേർത്ത മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ യോഗത്തിൽ പങ്കെടുത്ത ആളാണ്. എന്താണ് അവിടെ നടന്നത്? എന്തായിരുന്നു ആ ഒരു യോഗത്തിൻ്റെ ഉദ്ദേശം? എന്താ അവിടെ നടന്നതെന്ന് ദൈവത്തിന് തന്നെ അറിയാം. ഒരു ഓർഡറും ഇല്ലാതെ ഒരു സിസ്റ്റവും ഇല്ലാതെ നടത്തിയൊരു യോഗമാണ്. യോഗത്തിൻ്റെ ഉദ്ദേശശുദ്ധിയെ ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. എന്നോട് ഒരു അഭിപ്രായം ചോദിക്കുകയാണെങ്കിൽ ഇതുവരെ സ്വാതന്ത്ര്യത്തിന് ശേഷം നടന്ന ഡീലുകളിൽ, മുസ്ലിം സമുദായത്തിൽ നടന്ന ഡീലുകളിൽ നല്ലൊരു ഡീല് നൽകിയതാണ് UPAയും ഇവിടുത്തെ LDF ഗവൺമെൻറ്റും വെസ്റ്റ് ബംഗാളിലെ LDF ഗവൺമെൻറ്റും സച്ചാർ കമ്മീഷന് ശേഷം റിപ്പോർട്ട് നടപ്പാക്കുന്നതിൽ. അപ്പോൾ അതിനെ സംബന്ധിച്ച് മാനിഫെസ്റ്റോയിൽ എന്തൊക്കെ ഉൾപ്പെടുത്തണം എന്നാണ് മീറ്റിംഗ് വിളിച്ചിട്ടുള്ളത്. എന്നാൽ കൂടി മീറ്റിങ്ങിന് യാതൊരു അച്ചടക്കമോ അല്ലെങ്കിൽ ഒരു അജണ്ടയോ അല്ലെങ്കിൽ സ്പീക്കേഴ്സിനൊരു സമയമോ ഒന്നും അവിടെ നൽകിയില്ല. അവിടുന്നോ വന്ന കുറേ ആൾക്കാർ അവരെന്തൊക്കെയോ സംസാരിക്കുന്നു, അവർ മൈക്ക് പിടിച്ച് പറിക്കുന്നു. ഒരു കൂട്ടം ആൾക്കാർ രാഹുൽ ഗാന്ധിയായിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി വെമ്പൽ കൊള്ളുന്നു. കേന്ദ്രമന്ത്രിമാർ എന്തോ പറയുന്നു. അപ്പോൾ ഒരു സിസ്റ്റമാറ്റിക്കലി ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു മീറ്റിംഗ് അല്ലായിരുന്നു. അതാണ് മീറ്റിങ്ങിൻ്റെ ഒരു പരിമിതിയുള്ളത്. അപ്പോൾ എന്നാൽ കൂടി ഒരു ശ്രമം ടു റീച്ച് ഔട്ട് ടു ദ മുസ്ലിംസ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ CPM കേരളത്തിൽ നടത്തിയ യോഗങ്ങളോട് വെച്ച് നോക്കുമ്പോൾ ഈ യോഗം ഒന്നുമല്ലാതായിപ്പോയി. അച്ചടക്കത്തിൻ്റെ ഓർഗനൈസേഷൻ്റെയും പേരിൽ, ഉദ്ദേശശുദ്ധിയെ പറ്റിയിട്ടല്ല ഞാൻ പറയുന്നത്. അപ്പോൾ ആ നിലക്ക് എൻ്റെ അഭിപ്രായത്തിൽ ആൻ എക്സസൈസ് ഇൻ ഫ്യൂട്ടിലിറ്റി എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. അതാണ് ഈ നടന്നിരിക്കുന്നത്. അതുകൊണ്ട് ഒന്നും പ്രത്യേകിച്ച് നേടാനില്ല. എൻ്റെ ഒരു അഭിപ്രായത്തിൽ അവിടെ കാര്യപ്പെട്ട ഒരാളും അവിടെ ഉണ്ടായിരുന്നില്ല. മുസ്ലിം സമുദായത്തിൻ്റെ നേതാക്കന്മാരൊക്കെ ഞാൻ കുട്ടിക്കാലത്തെ കാണുന്നതാണല്ലോ, ഇന്ത്യയിൽ മുഴുവനും പല വിദ്യാഭ്യാസ സാമുദായിക മീറ്റിങ്ങുകൾക്കൊന്നും. അവരെ ആരെയും അവിടെ കണ്ടില്ല. എവിടുന്നോ വിളിച്ചു കൂട്ടിയ കുറേ ആൾക്കാർ അവിടെ കൂടിയിരുന്ന് അവരെന്തൊക്കെയോ പറഞ്ഞു പിരിഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. 8-ൽ 7 ഡൽഹിയിൽ കോൺഗ്രസ് വലിയൊരു പരാജയം ഏറ്റെടുക്കേണ്ടി വന്നു. അതിൽ 8 ഇടങ്ങളിൽ കോൺഗ്രസ് വിജയിച്ചു. അതിൽ 7 മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിലാണ് കോൺഗ്രസ് വിജയിച്ചത്. ഇത് മനസ്സിലാക്കിയാണോ ഈ ഭൂരിപക്ഷ അല്ലെങ്കിൽ മുസ്ലിം ന്യൂനപക്ഷങ്ങളെ അഡ്രസ്സ് ചെയ്യാതെ ഒരു തരത്തിലും ഇലക്ഷനിലേക്ക് പോകാൻ സാധ്യമല്ല എന്നുള്ള ഒരു തിരിച്ചറിവാണോ ഇത്തരത്തിൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിൽക്കൽ ഇങ്ങനെ ഒരു യോഗത്തിൻ്റെ കാരണം? നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മുസ്ലിങ്ങൾക്ക് ഇപ്പോൾ ഒരുപാട് ചോയ്സസ് ഉണ്ട്. പഴയ കാലന്മാരില്ല. പഴയ കാലത്ത് മുസ്ലിങ്ങൾക്ക് ഒറ്റ ചോയ്സുള്ളൂ, കോൺഗ്രസ്. ഇപ്പോൾ ഓരോരോ സംസ്ഥാനത്തും മുസ്ലിങ്ങൾക്ക് ചോയ്സസ് ഉണ്ട്. സമാജ്വാദി അല്ലെങ്കിൽ മായാവതി ഒരു സ്ഥലത്ത്, ജനതാദൾ യുണൈറ്റഡ് അല്ലെങ്കിൽ RJD, DMK അല്ലെങ്കിൽ അണ്ണാ DMK, തെലുഗുദേശം അല്ലെങ്കിൽ TRS. അപ്പം മുസ്ലിം ചോയ്സ് ഇപ്പോൾ വളരെ പേര്, ഈ മുസ്ലിമുകൾ ഒരു വോട്ട് ബാങ്ക് ആണെന്ന് പറഞ്ഞാൽ തന്നെ തെറ്റാണ്. മുസ്ലിമുകളുടെ വോട്ട് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് പാസ്സാക്കിയതിന് ശേഷം ഇന്ത്യയിലെ മുസ്ലിമുകൾ ഒരു സ്ഥലത്തും ഏകീകൃതമായിട്ടൊരു വോട്ടിംഗ് ചെയ്തിട്ടില്ല. ഓരോ സംസ്ഥാനം നമ്മൾ പഠിച്ചാലറിയാം, അവിടുത്തെ MLA-മാരുടെ എണ്ണം പഠിച്ചാലറിയാം നമുക്ക് വ്യത്യസ്തമായ വോട്ടാണ്. ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പോൾ രാജസ്ഥാനിൽ കഴിഞ്ഞ ഗെഹ്ലോട്ട് മന്ത്രിസഭയുടെ കാലത്ത് 16 മുസ്ലിം MLA-മാരുണ്ടായിരുന്നു. ഇത്തവണത്തെ ഇലക്ഷനിൽ എന്താ സംഭവിച്ചിരിക്കുന്നത്? ആ 16 മുസ്ലിം MLA-മാർ തോറ്റു. അവിടെ മോഡി ഒരു ഹിന്ദുത്വം നടപ്പാക്കിയിട്ടുണ്ടോ? രാജസ്ഥാനിൽ ഇല്ല. അവിടെ നടപ്പാക്കിയിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ അശോക് ഗെഹ്ലോട്ട് മന്ത്രിസഭയുടെ പരാജയമാണ്. എന്താണ് പരാജയം എന്ന് ചോദിച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തെക്കിന്ത്യ, അതായത് സൗത്ത് ഇന്ത്യയിൽ ഒരുവിധ സ്ഥലങ്ങളിലൊക്കെ ഈ സച്ചാറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മുസ്ലിമുകൾക്ക് വാഗ്ദാനം നൽകിയ പല കാര്യങ്ങളും നൽകിയിട്ടുണ്ട്. പക്ഷേ വടക്കേ ഇന്ത്യയിൽ അതില്ല. ഉദാഹരണം ഞാനൊന്ന് പറഞ്ഞുതരാം. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമിനുള്ള പണം സ്കൂളുകളുടെ, ഇപ്പോൾ ഞങ്ങൾക്കൊക്കെ കോടികൾ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ വിശ്വസിക്കില്ല, 53% പണവും കേരളത്തിനാണ് കിട്ടിയിട്ടുള്ളത്, ഇന്ത്യക്ക് നൽകിയിട്ടുള്ളത്. മൗലാന ആസാദ് ഫൗണ്ടേഷനിൽ ഉത്തർപ്രദേശിനും കേരളത്തിന് ഏകദേശം ഒരേമാതിരി കിട്ടിയിരിക്കുന്നത്. മറ്റ് സംസ്ഥാനങ്ങൾക്ക് ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ എന്താ പറ്റിയിരിക്കുന്നത് വെച്ചാൽ, കോൺഗ്രസ് പാർട്ടിക്ക് വടക്കേ ഇന്ത്യയിൽ, പ്രത്യേകിച്ച് കോൺഗ്രസ് ഭരിച്ചിരുന്ന രാജസ്ഥാനിലോ അല്ലെങ്കിൽ കോൺഗ്രസ് ഭരിച്ചിരുന്ന മഹാരാഷ്ട്രയിലോ ഈ സ്ഥലങ്ങളിലൊന്നും ഇത് നടപ്പാക്കാൻ പറ്റിയില്ല. നടപ്പാക്കിയത് മറ്റുള്ള, ഉദാഹരണം കോൺഗ്രസിൻ്റെ ആന്ധ്രാപ്രദേശിൽ രാജശേഖർ റെഡ്ഡിയുടെ കാലഘട്ടത്തിൽ നടപ്പാക്കി. പക്ഷേ അദ്ദേഹത്തിൻ്റെ മകൻ്റെ കൂടെയാണ് ഇപ്പോൾ മുസ്ലിമുകളുടെ വോട്ട് വരിക്കുന്നത്. അപ്പോൾ കോൺഗ്രസിൻ്റെ പരാജയം എവിടെയെന്ന് വെച്ചാൽ, കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതൃത്വം, കേരളമല്ല മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ, ഒട്ടുമുക്കാൽ കോൺഗ്രസ് ഭരിച്ചിരുന്ന സ്ഥലങ്ങളിലും ഇതെല്ലാം വെറും കടലാസിൽ മാത്രം നിൽക്കുന്നു എന്നാണ് അവിടെ വന്ന ആൾക്കാരൊന്ന് പരാതി പറഞ്ഞു. ഞാൻ പറഞ്ഞല്ല, അവിടെയുള്ള, ഞാൻ പൊതുവെ സംതൃപ്തനാണ്, എനിക്ക് അസംതൃപ്തിയില്ല. പക്ഷെ അത്തരം ഒരു സാഹചര്യത്തിലും ന്യൂനപക്ഷ സമുദായങ്ങൾക്കിടയിലെ വർദ്ധിച്ച അരക്ഷിതബോധം ഉണ്ട്. ആ ഒരു സാഹചര്യത്തിനിടയിലും ഭീകരതയുടെ പേരിൽ നേരത്തെ പറഞ്ഞ പോലെ നിരപരാധികളായ മുസ്ലിം ചെറുപ്പക്കാരെ വേട്ടയാടുന്ന പ്രശ്നങ്ങളുമുണ്ട്. ഈ സാഹചര്യത്തിലും പ്രതീക്ഷ അർപ്പിക്കുന്നത്, രാജ്യത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ പ്രതീക്ഷ അർപ്പിക്കുന്നത് കോൺഗ്രസിൽ തന്നെയാണ്. അത്തരം ഒരു പ്രതീക്ഷയ്ക്ക് ഇനിയും അർത്ഥമുണ്ടോ? അത് കോൺഗ്രസിന് പിന്നെ പ്രതീക്ഷ അർപ്പിക്കുന്നത് ചില സംസ്ഥാനങ്ങളിൽ മാത്രമാണ്. ഉദാഹരണം, ഡയറക്റ്റ് BJP ആയിട്ട് ഫൈറ്റുള്ള മധ്യപ്രദേശ്, രാജസ്ഥാൻ. പക്ഷേ അവിടെയാണ് ഞാൻ പറയുന്നത്, അവിടെ 2 BJP MLA-മാരാണ് ജയിച്ചിരിക്കുന്നത്. മാധ്യമം അതിനെപ്പറ്റി ഒരു റിപ്പോർട്ട് തന്നെ എഴുതിയിട്ടുണ്ട് ഈ സംഭവത്തെ പറ്റിയിട്ട്. 16 MLA-മാർ കോൺഗ്രസിന് തോറ്റു, മുസ്ലിം MLA-മാർ. അപ്പോൾ അതേമാതിരി തന്നെ കോൺഗ്രസും ഇതും കൂടെ തമ്മിൽ നേരിട്ട് BJP-യും കൂടെ ഫൈറ്റുള്ള സ്ഥലങ്ങളിൽ ഗുജറാത്ത്, മഹാരാഷ്ട്ര, അല്ലെങ്കിൽ രാജസ്ഥാൻ, മധ്യപ്രദേശ്, അല്ലെങ്കിൽ കൂടി വന്നാൽ ഹരിയാന, അവിടെയൊക്കെ വളരെ കുറച്ച് മുസ്ലിമുകളുള്ളൂ. ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ദർ ഇസ് എൻ ആൾട്ടർനേറ്റീവ്. വെസ്റ്റ് ബംഗാളിൽ ഇടതുപക്ഷമുണ്ട്, TMC ഉണ്ട്,
മമതാ ബാനർജി ഒരുപാട് സംവരണം ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് മുസ്ലിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള നിലപാടുകൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ കോൺഗ്രസ് വേണ്ടി വോട്ട് ചെയ്യും എന്ന് പറയുന്നത് തെറ്റാണ്. ഞാൻ പറയട്ടെ, അങ്ങനെ ഒരു ഓൾ ഇന്ത്യ വീക്ഷണത്തിലൊന്നും ആരും വോട്ട് ചെയ്യുന്നില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലോക്കലായിട്ടുള്ള പാർട്ടി എന്താണ് നിലപാട്, മുസ്ലിങ്ങളോടുള്ള നിലപാട് എന്നുള്ളൂ. അപ്പോൾ അവിടെ CPM അല്ലെങ്കിൽ മമതാ ബാനർജി, YS ജഗ്മോഹൻ റെഡ്ഡിയുടെ കൂടെ പോകും ആന്ധ്രാപ്രദേശിലെ വോട്ട്, DMK അണ്ണാ DMKയിൽ എനിക്ക് അതിനോട് എങ്ങനെ പോകാൻ പോകുന്നുള്ളത് തമിഴ്നാട്ടിൽ. ഓരോ സംസ്ഥാനത്തും മുസ്ലിമുകളുടെ വോട്ട് വിവിധ രീതികളിലാണ് പോകാൻ പോകുന്നത്. ഒരു സംശയമാണല്ലോ, കർണാടകയിൽ മുസ്ലിമുകൾ സിദ്ധരാമയ്യൊക്കെ വോട്ട് ചെയ്യുന്നു. കാരണം സിദ്ധരാമയ്യ ഒരു OBC പൊളിറ്റീഷ്യനാണ്, മുസ്ലിം OBC മണ്ഡലിൻ്റെ ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെ കോൺഗ്രസിന് ഒരു പ്രതീക്ഷയും വെക്കേണ്ട ആവശ്യമില്ല. അതായത് കോൺഗ്രസിന് കൂടി വന്ന ഈ ഹാർട്ട്ലാൻഡ് സ്റ്റേറ്റുകളുണ്ടല്ലോ, നമ്മുടെ ഹിന്ദുത്വ സ്റ്റേറ്റുകൾ എന്ന് പറയും, ആ ഹിന്ദുത്വ സ്റ്റേറ്റുകൾ മടങ്ങിയെത്താം. ശ്രീ KT ജലീൽ ടെലിഫോൺ ലൈനിൽ ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ശ്രീ KT ജലീൽ, അദ്ദേഹം പറയുന്നത്, ഡോക്ടർ ഫസൽ ഗഫൂർ പറയുന്നത്, വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത്തരത്തിൽ ന്യൂനപക്ഷങ്ങളുടെ ഒരു ഏകീകരണം, വോട്ടിങ്ങിലെ ഒരു ഏകീകരണം കോൺഗ്രസിന് യാതൊരു തരത്തിലും പ്രതീക്ഷിക്കേണ്ടതില്ല എന്നാണ്. താങ്കളുടെ അഭിപ്രായം? ഡോക്ടർ ഫസൽ ഗഫൂർ പറഞ്ഞത് 100% ശരിയാണ്. കോൺഗ്രസിന് ഒരു ആൾട്ടർനേറ്റീവ് ഇല്ലാതിരുന്ന കാലത്താണ് കോൺഗ്രസിൽ ന്യൂനപക്ഷങ്ങൾ പ്രതീക്ഷ അർപ്പിച്ചിരുന്നത്. പക്ഷെ കോൺഗ്രസ് അവരെ ഗൗനിച്ചതേയില്ല. കാരണം അവർക്കറിയാമായിരുന്നു രാജ്യത്ത് മറ്റൊരു ഓൾട്ടർനേറ്റീവ് ഇല്ലാത്തിടത്തോളം കാലം തങ്ങൾക്ക് മുസ്ലിങ്ങൾ വോട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ടായിരുന്നു അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാതെ പോയത്. ഇന്ന് ഓൾട്ടർനേറ്റീവ്സ് ഉണ്ട് എന്നുള്ള തിരിച്ചറിവാണ് കോൺഗ്രസിന് ഇങ്ങനെ എന്തെങ്കിലും കാട്ടിക്കൂട്ടാനെങ്കിലുമുള്ള ഒരു സാഹചര്യം ഒരുക്കിയിരിക്കുന്നത്. വിവിധ സംസ്ഥാനങ്ങളിൽ വിവിധ പാർട്ടികൾ അവരൊക്കെ വളരെ ശക്തമാണ്. ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ചിടത്തോളം, വിശേഷ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിശ്വാസ്യത നേടിയെടുക്കാൻ അതത് സംസ്ഥാനത്തുള്ള ഇത്തരം പാർട്ടികൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. കേന്ദ്രത്തിൽ ഇനി BJP വരുന്നതും കോൺഗ്രസ് വരുന്നതും സമാനമല്ലേ എന്നിടത്തോളം വരെ ചില സംസ്ഥാനങ്ങളിലെ മുസ്ലിങ്ങൾക്ക് ചിന്തിക്കേണ്ടി വരുന്നു. ഇപ്പോ UP വർഷങ്ങളായി ഒരുപാട് തെരഞ്ഞെടുപ്പുകളിലായി കോൺഗ്രസ് ദയനീയമായി തോറ്റുകൊണ്ടിരിക്കുന്നു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മുസ്ലിം ജനസംഖ്യയുള്ള, ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ള സംസ്ഥാനമാണ് UP. ശതമാനത്തിന്റെ കണക്കിലല്ല, എണ്ണത്തിൽ. ആ UPയിൽ കോൺഗ്രസിന്റെ നില എന്താകും? മുസഫർ നഗറിൽ നടന്ന വർഗീയ കലാപത്തിൽ കോൺഗ്രസ് എന്താണ് ചെയ്തത്? രാഹുൽ ഗാന്ധി തന്നെ ആ കലാപവുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു പ്രസ്താവന വളരെ വിവാദങ്ങൾക്ക് തിരികൊടുക്കുകയുണ്ടായി. മുസഫർ നഗറിൽ അദ്ദേഹം ചെന്നപ്പോൾ അദ്ദേഹത്തിനെതിരായി ഒരുപാട് ആളുകൾ പ്രതിഷേധിക്കാൻ വരെ തയ്യാറായി. വളരെയധികം നന്ദി ഡോക്ടർ KT ജലീൽ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചത്. ഡോക്ടർ മാധ്യമം ഡൽഹി ബ്യൂറോ ചീഫ് A. സുരേഷ് കുമാർ, അദ്ദേഹം ടെലിഫോൺ ലൈനിൽ ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. A. സുരേഷ് കുമാർ, ഇന്ന് കേന്ദ്ര ന്യൂനപക്ഷ ക്ഷേമ മന്ത്രി റഹ്മാൻ ഖാൻ നമ്മളുമായി നടത്തിയ അഭിമുഖത്തിനിടയിൽ പറഞ്ഞത്, ഇന്നലെ രാഹുൽ ഗാന്ധിക്ക് മുന്നിൽ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ പ്രതിനിധികൾ ഉന്നയിച്ച കാര്യങ്ങൾ തീർച്ചയായും വരുന്ന തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ റിഫ്ലക്റ്റ് ചെയ്യും എന്ന് തന്നെയാണ്. അതിനുള്ള സാധ്യത എത്രത്തോളമുണ്ട്? സൈഫുദ്ദീൻ, ഇതുവരെ ഈ കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചയിൽ ഉണ്ടായ അഭിപ്രായ നിർദ്ദേശങ്ങൾ, അതിന്റെ ഈ ചെറിയ പ്രതിഫലനങ്ങൾ തീർച്ചയായിട്ടും പ്രകടന പത്രികയിൽ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വിശ്വാസ്യതയുടെ കൂടെ പ്രശ്നമാണ്. പിന്നെ ഓരോ വിഭാഗത്തിൽ നിന്നും കിട്ടുന്ന നിർദ്ദേശങ്ങള്, അഭിപ്രായ നിർദ്ദേശങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ട് ഒരു പ്രകടന പത്രിക തയ്യാറാക്കുന്നത് കോൺഗ്രസിന് തെരഞ്ഞെടുപ്പിലേക്ക് ഇറങ്ങുന്നതിൽ നന്നാവും. പക്ഷേ അതിനപ്പുറത്തേക്ക് എന്താണ് ഈ പ്രകടന പത്രികയിൽ നിന്ന് നടപ്പാക്കുന്നത് എന്നുള്ളതാണ് കാതലായ പ്രശ്നം. പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങളിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ 2 തവണ പ്രകടന പത്രിക ഉണ്ടായി. അതിൽ നിന്ന് എത്രത്തോളം നടപ്പാക്കി, കുറച്ചൊക്കെ നടപ്പാക്കിയില്ല എന്ന് പറയുന്നില്ല. പക്ഷേ ഇതൊക്കെ മേമ്പടിയായിട്ടുള്ള നടപ്പാക്കലുകൾ മാത്രമാണ്. യഥാർത്ഥത്തിൽ മുസ്ലിം സമുദായം മാത്രമല്ല, ഒരു പൊതു സമൂഹം ഏറ്റവും കൂടുതൽ നേരിടുന്ന ഒരു രാജ്യത്ത് ജീവിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നേരിടുന്ന പ്രശ്നം എന്താണ്? ആ പ്രശ്നം എന്ന് പറയുന്നത് സമാധാനത്തോടുകൂടി, മനസമാധാനത്തോടുകൂടി നമുക്ക് പ്രവർത്തിക്കാനും ജീവിക്കാനും കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പോ നമ്മുടെ ഏറ്റവും പ്രധാന പ്രശ്നമായിട്ട് വരുന്നത് സുരക്ഷിതത്വം എന്നുള്ളതായി മാറുന്നു. അപ്പോൾ ഈ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിൽ ഇവിടുത്തെ 14% വരുന്ന മുസ്ലിങ്ങൾക്ക് സുരക്ഷിതത്വം ഉറപ്പു നൽകുന്നതിൽ UPA ഗവൺമെന്റ് അഡീഷണൽ ആയിട്ട് എന്തൊക്കെ ചെയ്തു എന്നുള്ളതാണ് ഇതിനകത്ത് പ്രധാനമായിട്ട് ഈ ഒരു ഘട്ടത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ടത് എന്ന് തോന്നുന്നു. അത് പ്രകടന പത്രികയിൽ പറയുന്ന ഏതെങ്കിലും മേമ്പടി സ്കോളർഷിപ്പോ ഏതെങ്കിലും മേമ്പടി. വളരെ നന്ദി സുരേഷ് കുമാർ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. അവസാനമായി ഡോക്ടർ ഫസൽ ഗഫൂർ, താങ്കൾക്ക് ചർച്ച അവസാനിപ്പിക്കാം. രാജ്യത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ അവർക്കൊരു സുരക്ഷിത ബോധമുണ്ടാക്കാൻ ഇനി എന്തൊക്കെയാണ് കോൺഗ്രസ് ചെയ്യേണ്ടത്? കോൺഗ്രസ്, ഞാൻ ഒരു ന്യായമായിട്ട് പറയട്ടെ, കോൺഗ്രസ് ശ്രമിച്ചില്ല എന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല.
കോൺഗ്രസ് അതിനു വേണ്ടിയിട്ട് പലതരത്തിലുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ വർഗീയ ലഹളകളുടെ ഒരു പിക്ചർ നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ ഇടതുപക്ഷം ഭരിച്ചിരുന്ന LDF ഭരിച്ചിരുന്ന വെസ്റ്റ് ബംഗാൾ ഒഴികെ അല്ലെങ്കിൽ കേരളം ഒഴികെ ബാക്കി എല്ലാ സംസ്ഥാനങ്ങളിലും വർഗീയ ലഹളകൾ നടന്നിട്ടുണ്ട് അല്ലേ? കാര്യപ്പെട്ടവർ ഈവൻ തമിഴ്നാട് DMKയുടെ കാലത്ത് കോയമ്പത്തൂർ വർഗീയ ലഹളകൾ നടന്നു. അപ്പോൾ വർഗീയ ലഹള എന്ന് പറയുമ്പോൾ ഏത് പാർട്ടി ഭരിക്കുന്നു എന്നുള്ളതനുസരിച്ചിട്ടില്ല. എല്ലാ പാർട്ടികളുടെ കാലത്ത് ഇപ്പോൾ നമ്മൾ പറയുന്ന മോഡിയുടെ ഭീകരത ഗുജറാത്തിൽ, അതിനെക്കാട്ടും മുമ്പ് സോലങ്കി ഭരിച്ചിരുന്നു. ഇപ്പോൾ ഹിതേന്ദ്ര ദേശായി ഭരിച്ചിരുന്നു. 68 അഹമ്മദാബാദ് റൈറ്റ്, സൂറത്ത് റൈറ്റുകൾ സോലങ്കിയുടെ കാലഘട്ടത്തിൽ. അപ്പോൾ കോൺഗ്രസ് മുഖ്യമന്ത്രിയായിരുന്ന ശരത് പവാറിന് നമ്മുടെ ശിവാജി പട്ടേൽ നിലങ്കേക്കറിൻ്റെ കാലത്ത് ബോംബെ റൈറ്റ്സ്. അപ്പോൾ ഇതുമാതിരി വർഗീയ ലഹളകൾ എല്ലായിടത്തും നടക്കുന്നുണ്ട്. വർഗീയ ലഹളകളെ ലാലു പ്രസാദ് യാദവ് ചെയ്ത മാതിരി ഒരു ഉദാഹരണം പറയാം. വേർ ദ ഗവൺമെൻറ് ഹാസ് ഗോട്ട് എ വിൽ. ലാലു പ്രസാദ് യാദവ് മുന്നിൽ പോയി നിന്നുകൊണ്ട് മൈതാനത്ത് പോയി നിന്ന് തോക്ക് ചൂണ്ടിക്കൊണ്ട് വർഗീയ ലഹള ഇല്ലാതാക്കി. അപ്പോൾ എത്ര വർഷം RJDയുടെ ഭരണകാലത്ത് വർഗീയ ലഹള ഇല്ലാതായി? RJD ഭരണമാണ് നമുക്ക് എടുക്കേണ്ടത്. വർഗീയ ലഹള തീരെ ഇല്ലാതെ. മായാവതിയുടെ ഭരണകാലത്ത് വർഗീയ ലഹള കുറവാണ്. അഖിലേഷിൻ്റെ കാലത്ത് വർഗീയ ലഹള വന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം ഭരിക്കുന്ന പാർട്ടി ആരായാലും ആ ഭരിക്കുന്ന പാർട്ടിക്ക് ഒരു വിൽ പവർ ഉണ്ടെങ്കിൽ അത് കോൺഗ്രസ് എന്നുള്ളതല്ല, ഒരു നിയമത്തിലും യാതൊരു കാര്യമില്ല. ഇതൊരു ഗ്രൗണ്ട് ഒരു വില്ലേജിൽ നടക്കുന്ന ഒരു കാര്യമായിരിക്കും. ഇപ്പോൾ നമുക്കറിയാലോ മുസഫർ നഗർ മാതിരി. പക്ഷേ ഏറ്റവും മോശകരമായിട്ടുള്ള എനിക്കൊരു അഭിപ്രായം പറയാനുള്ളത് രാഹുൽ ഗാന്ധി അവിടെ ഇതൊക്കെ നടത്തുമ്പോൾ 100 കിലോമീറ്റർ അപ്പുറത്ത് മുസഫർ നഗറിൽ പിഞ്ചു കുട്ടികളടക്കം തണുപ്പ് കാരണം മരിച്ചു പോകണം. ഈ ഗവൺമെൻറ്റിന് ഇത് പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ലേ? ഇത്രയും സ്കോളർഷിപ്പുകളും ഇത്രയും ഫ്രീ ആയിട്ട് പൈസ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം ഗവൺമെൻറ്റിന്, എന്നുവെച്ചാൽ സെൻട്രൽ ഗവൺമെൻറ്റിന്. അവിടെ അവരെ സപ്പോർട്ട് ചെയ്ത് നിർത്തുന്ന മുലായം സിംഗ് യാദവിൻ്റെ ഗവൺമെൻറ് ഉള്ളപ്പോൾ എന്തുകൊണ്ട് അവിടെ വേണ്ട തരത്തിലുള്ള റിലീഫ് പ്രവർത്തനങ്ങൾ നടത്താൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ചോദ്യം. ശ്രീ KK കൊച്ചുമുമ്പ്, താങ്കൾക്ക് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ അവസാനിപ്പിക്കാം. അതിന് മറുപടി ഡോക്ടർ ഫസൽ ഗഫൂർ പറഞ്ഞ വാദങ്ങൾക്കുള്ള മറുപടി. ഇന്ത്യയിലെ മുസ്ലിം സമുദായം ഏത് കാലഘട്ടത്തിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള മുസ്ലിം സമുദായത്തോടും രാഷ്ട്രങ്ങളോടുമൊക്കെ തന്നെ ഗവൺമെൻറ് സ്വീകരിക്കുന്ന നയങ്ങളുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുന്നവർ കൂടിയാണ് എന്ന് നാം മനസ്സിലാക്കണം. യാസർ അരാഫത്തിനെ ശ്രീമതി ഇന്ദിരാഗാന്ധി കെട്ടിപ്പിടിക്കുമ്പോൾ ഇന്ത്യയിലെ മുഴുവൻ മുസ്ലിം സമുദായവും അവരെ കെട്ടിപ്പിടിച്ചതുപോലെ കാണുന്ന നിലയിൽ ചിന്തിക്കുന്നവരാണ്. ഇന്ത്യ രാജ്യത്തിൻ്റെ നയങ്ങൾ, UPA ഗവൺമെൻറ്റിൻ്റെ നയങ്ങൾ, ഇറാനുമായിട്ടുള്ളത്, അമേരിക്കയുമായിട്ടുള്ളത്, മിഡിൽ ഈസ്റ്റിലെ മുസ്ലിം സമുദായങ്ങളുമായിട്ടുള്ള കാര്യങ്ങൾ എല്ലാം തന്നെ ഇന്ത്യയിലെ മുസ്ലിം സമുദായത്തിലെ സഹോദരങ്ങൾ പരിശോധിക്കുന്നുണ്ട്, ചിന്തിക്കുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിലൊക്കെ തന്നെ ഓരോ കാലഘട്ടത്തിലും മുസ്ലിം സമുദായം ഇന്ത്യയിലെ കോൺഗ്രസിൽ വിശ്വാസമർപ്പിച്ച് ജീവിച്ചു എന്നുള്ളത് സത്യമാണ്. പക്ഷെ എൻ്റെ സ്നേഹിതൻ ഡോക്ടർ KT ജലീൽ സൂചിപ്പിച്ചതിൽ ഒറ്റ ചോദ്യം ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുന്നത്, 30-ലേറെ വർഷം തുടർച്ചയായി രാജ്യം ഭരിച്ച പശ്ചിമ ബംഗാളിൽ ദയനീയമായി കോൺഗ്രസ് തോറ്റത് ഏറ്റവും വലിയ ന്യൂനപക്ഷമായ തീർച്ചയായും വാദങ്ങൾക്ക് മറുവാദങ്ങൾ ഉണ്ടാകാം. എന്നാൽ പോലും ഒരു വിൽ പവർ നഷ്ടപ്പെട്ടത് തന്നെയാണ് രാജ്യത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങളെ കോൺഗ്രസിൽ നിന്നും അകറ്റിയത് എന്ന് ഈ ചർച്ച വൈൻഡപ്പ് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. വളരെ നന്ദി ശ്രീ KK കൊച്ചുമുഹമ്മദ്, ഡോക്ടർ അഷ്റഫ് കടക്കൽ, AS സുരേഷ് കുമാർ, ഡോക്ടർ KT ജലീൽ, ഡോക്ടർ ഫസൽ ഗഫൂർ എന്നിവർ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. ഇതോടെ ന്യൂസ് 1 മിഡിൽ ഈസ്റ്റ് ഇവിടെ പൂർണ്ണമാവുന്നു. എല്ലാവർക്കും ശുഭരാത്രി.